എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. എൻ്റെ അല്ല കേട്ടോ, പൂച്ചക്കുട്ടന്മാരെയാണ്. അത് ഇപ്പോഴത്തെ മോർണിംഗ് വ്ലോഗല്ല, കുറച്ച് നാൾ മുന്നേ ഉള്ള മോർണിംഗ് വ്ലോഗാണ്. ഈ നമ്മുടെ മഴ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് പപ്പൂസിൻ്റെ 4 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുമക്കളെയൊക്കെ കൊടുക്കുന്നതിന് മുന്നേ പിന്നെ ഡോക്ടറിൻ്റെ ഒരു ക്യാറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ക്യാറ്റിൽ ഒരാളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാളൊക്കെ കൊടുക്കുന്നതിന് മുന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് വീഡിയോ ഇടാമെന്നും പറഞ്ഞ് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ ഡെയിലി വീഡിയോ ചോദിക്കും, ഞാനെടുത്ത് തരണ്ടേ. അപ്പോൾ അത് കാരണം തന്നെ ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ, ഒരാളെ പോലും മിസ്സാവുന്നില്ല. നമ്മുടെ കയ്യിൽ എത്ര ക്യാറ്റ് ഉണ്ടോ അത്രയും ക്യാറ്റ് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നിന്നിപ്പോൾ ഒരു 4 പേര് പോയിട്ടുണ്ട്. 4 പേര് പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോയ ആൾക്കാരൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ പപ്പൂസിൻ്റെ പീക്രാച്ചി പിള്ളേരൊക്കെ ഇതേ കൂട്ടിന്ന് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ കേജിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്തും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവന്മാരാണ് വീടിൻ്റെ അതിട്ട് കാര്യം സാധിക്കും. 4 പേരും കൂടി 4 മൂലയിൽ പോയി കാര്യം സാധിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവന്മാർ ഇത് കോരാൻ തന്നെ എനിക്ക് നേരമുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് തയ്യലും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവന്മാർ കേജിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇടയ്ക്ക് കുറച്ച് നേരം കളിക്കാനും ഓടാനും ചാടാനൊക്കെ ആയിട്ട് ഇതേപോലെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മുടെ കുഞ്ഞുമക്കളാണ് കേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ കലാപരിപാടികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഇരിക്കുന്ന ഒരാളെ നോക്കിയും എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? സൂക്ഷിച്ചൊന്ന് നോക്കി, ആരെങ്കിലുമായിട്ട് സാദൃശ്യം തോന്നുന്നുണ്ടോ? നമ്മുടെ മിയക്കുട്ടിയുടെ മോളാണ് കേട്ടോ. ഇവളുടെ പിന്നിൽ ഒരു യമണ്ട സ്റ്റോറി തന്നെ ഉണ്ട് കേട്ടോ. ഇവളുടെ പേര് യാമി എന്നാണ്. ഞാൻ ഇട്ട പേരല്ല കേട്ടോ, നമ്മൾ ഇവളെ സെയിൽ ചെയ്തതാണ്. നമ്മൾ ഒരു 7 kg ക്യാറ്റ് ഫുഡിന് വേണ്ടിയിട്ട് ഇവളെ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ കൊണ്ടുപോയ ആൾക്കാർ ഒരു 3 ആഴ്ച കൊണ്ടുപോയി നോക്കിയിട്ട് പറഞ്ഞു ഇവള് എല്ലാ ഫുഡും അങ്ങനെ കഴിക്കുന്നില്ല, വണ്ണം വയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചുണ്ടാക്കി പോയപ്പോൾ രോമമൊക്കെ ആയിട്ട് പോയതാണ്. അവർ ക്യാറ്റിന് ഹെയർ വന്നില്ല എന്നും പറഞ്ഞിട്ട് മൊത്തം ട്രിം ചെയ്ത് കളഞ്ഞു രോമം. ഇവിടെ എൻ്റെ അടുത്ത് വന്നേ പിന്നെ ആൾ സൈസുമായി രോമവും വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവർ പെട്ടെന്ന് റിസൾട്ടാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ അവളിൽ നിന്ന് കിട്ടാതെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാണ്. ഇവിടെ ഒന്ന് നല്ല ആക്റ്റീവായി അടിപൊളി ക്യാറ്റായിട്ടോ അവൾ. പക്ഷെ ഇപ്പം ഇല്ല കേട്ടോ. അവളെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. അവളെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി, അവർ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു കേട്ടോ. പപ്പൂസ് അവിടെ KG കയറിയിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇത്രയും പിള്ളേരെയൊക്കെ ഞാൻ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ താഴെ പിള്ളേരാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് ഓർത്തിട്ട് എൻ്റെ മുഖത്തേക്ക് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ യാമിക്കുട്ടിയും അവിടെ തപ്പി നടക്കുന്നുണ്ട്. യാമിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര വിറ്റാണ് കേട്ടോ. അവരിവിടെ വേണ്ടാന്നും പറഞ്ഞ് കൊണ്ടുവന്ന് തന്നു. സിയക്കുട്ടിയുടെ ഫേവററ്റായി മാറി. സിയക്കുട്ടി പൊന്നുപോലെ കൊണ്ടടക്കിയിരുന്നു. ആ സമയത്താണ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ളവരാണെങ്കിൽ യാമിക്കുട്ടീനെ തരുമെന്നും ചോദിച്ച് വന്നത്. അപ്പോൾ സിയക്കുട്ടി അത്രയും നാൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ സിയക്കുട്ടി ആണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് പറയുന്നത് കൊടുത്തോളാൻ പറഞ്ഞു. പിന്നെ നമുക്ക് പറയാൻ യാതൊരു വോയിസും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ യാമിക്കുട്ടിയെ കൊടുക്കൂലായിരുന്നു കേട്ടോ. കറക്റ്റ് മിയോടെ മുഖമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. പിന്നെ ഇവിടെ ഒരുപാട് പേരായി കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം അധികം ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആരെങ്കിലും കൊണ്ടുപോയി നോക്കുമ്പോഴത്തേക്കും ഒരാളുള്ളൂ ഈ നമ്മൾ ഒരുപാട് ഫുഡ് കൊടുക്കും. കുറേ പേരാകുമ്പോഴത്തേക്കും ലിമിറ്റ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ജീവിക്കട്ടെ. അവരാണ് അത്യാവശ്യം നല്ല ഫാമിലിയാണ്. അവരുടെ ഫാമിലി തന്നെ വെറ്റിനറി ഡോക്ടർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നല്ലൊരു ലൈഫ് കിട്ടും അവൾക്ക് എന്തായാലും. അപ്പോൾ അത് കാരണം അവൾ അങ്ങോട്ട് കൊടുത്തതാണ് കേട്ടോ. നന്നായിട്ട് ജീവിക്കാൻ തന്നെ വേണ്ടി കൊടുത്തതാണ്. പപ്പൂസിൻ്റെ പീക്കറാച്ചികളാണെങ്കിൽ നേരെ ചൊവ്വേ നടക്കാൻ പോലും പറ്റാതെ ആടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവന്മാരാണെങ്കിൽ അന്നേരം കളിച്ചു തുടങ്ങുന്ന പ്രായമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ കൊടുക്കുന്നതിന് 1-2 ആഴ്ച മുന്നേ, ഒരാഴ്ച മുന്നെയാണ് കേട്ടോ, 2 ആഴ്ചയല്ല ഒരാഴ്ച മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവന്മാരാണെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ഓടാനും ചാടാനൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ചെയ്യക്കുട്ടിയാണെങ്കിൽ മേളിൽ കിടന്ന് നമ്മുടെ ഡോക്ടറിൻ്റെ പിള്ളേരെയൊക്കെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ തന്നെ ചെറുക്കനിറങ്ങി ഗാർഡനിലേക്ക് പോയി. ബാക്കി 2 പെൺപിള്ളേരാണ് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വെള്ളപ്പാണ്ടി എന്ന് വിളിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഈ വെള്ളാമ്പാറ്റ, ഇതിൻ്റെ പേര് കിറ്റി എന്നാണ്. ഞാൻ സേക്കുട്ടിയോട് ചോദിച്ചു. അവരിട്ട പേര് കിറ്റി എന്നാണ്. ഡോക്ടറല്ല കേട്ടോ, ഈ എൻ്റെ മക്കളിട്ട പേര് കേട്ടോ. ഇത് ഡോറ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു അകൽച്ച പോലെ. നിങ്ങൾക്ക് ഈ പേര് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്കറിയത്തില്ല അത് എത്രത്തോളം ഇതാണെന്നറിയില്ല. യാമി അടിപൊളി പേരായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ പേര് മാറ്റാൻ പോയില്ലായിരുന്നു. യാമി എന്നുള്ള പേര് മാറ്റാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതിവിടെ ഒരു ചെറുക്കനാണെങ്കിൽ നിക്കപ്പുറത്ത് ഇല്ല നടക്കേണ്ടാവും. ചെക്കനാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്തുണ്ടായിരുന്നപ്പോൾ ബാൽക്കണിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ ആ ഒരു കേജിൻ്റെ അകത്ത് ഏകദേശം ബാൽക്കണിയുടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ.
അവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴുമാണ് ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ. ഇവിടെ വാവച്ചിൻ്റെ അന്ന് എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ട് സിയക്കുട്ടി പൊക്കിക്കൊണ്ട് വന്നേക്കണം കേട്ടോ. മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ കള്ളലക്ഷണം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ മറന്നുപോയി, എന്താ കാര്യം ഞാൻ മറന്നു. ഇപ്പോൾ കുറേ നാളായല്ലോ, അതായിരുന്നു ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ അവൻ ഞങ്ങൾ ചോദ്യം ചെയ്യണ കേട്ടോ കാണുന്നതും. സിയക്കുട്ടി ഇവിടെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ ഓണാക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിലി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വാവച്ചനും മിയോക്കുട്ടിയും പിന്നെ നമ്മുടെ ഡോറക്കുട്ടിയാണ് കേട്ടോ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ യാമിക്കുട്ടിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തേക്കുന്ന ആൾ കേട്ടോ. ഇതാ കണ്ടില്ലേ, യാമിക്കുട്ടിയുടെ കണ്ണുകൾ അതേപോലെ തന്നെ നമ്മുടെ മിയോക്കുട്ടീനെ പോലെ ഉണ്ടോ. മിയോക്കുട്ടിയുടെ മക്കളിൽ ഒരാൾ നമ്മുടെ ബണ്ണിക്കുട്ടിനെ പോലെ ഇരിക്കില്ലേ, അയാൾ മാത്രം ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്. കാരണം തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തത് ഈ യാമിക്കുട്ടി പോയിക്കണത് ഉണ്ടല്ലോ ഞങ്ങളുടെ തൊട്ട് അയൽവാസിയുടെ മോളാണ് കേട്ടോ. അതായത് അവർ താമസിക്കുന്ന വേറെ സ്ഥലത്താണ്. മോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും മോളുടെ മക്കൾക്ക് ഇവളെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായും അത്രയും നാൾ സിയക്കുട്ടി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ യാമിക്കുട്ടീനെ ആർക്കും കൊടുക്കില്ല എന്നും പറഞ്ഞ് നിന്ന സിയക്കുട്ടി എന്താണെന്നറിയില്ല അവർക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടോ. അപ്പോൾ അവൾ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോട്ടെ. കാരണം വാവച്ചനായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ ദേ ഇവിടെ പിള്ളേരൊക്കെ ഈ വലിയ പിള്ളേരെ കണ്ടിട്ട് അന്തിച്ചിരിക്കേണ്ട പപ്പൂസിൻ്റെ കുഞ്ഞുമക്കളെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവന്മാരാണ്ടിലും കുലത്തിലല്ലേ കാണുന്നുള്ളൂ. നമ്മളെപ്പോഴും അങ്ങനെ ഇറക്കാറില്ല. ഞാൻ തിരക്കയക്കണാറ് ഞാൻ ഉള്ളപ്പോൾ മാത്രമേ ഇറക്കുള്ളൂ അല്ല. അതാണെങ്കിൽ എനിക്ക് തോന്നിയാൽ മാത്രം കേട്ടോ. കാരണം ഇവന്മാരെ ഇറക്കി കഴിഞ്ഞാൽ ഓടിച്ചിട്ട് പിടിച്ച് വീണ്ടും കൂട്ടിലാക്കണം. പിന്നെ ഏക ആശ്വാസം എന്ന് വെച്ചാൽ സിയക്കുട്ടിയാണ് കേട്ടോ. സിയക്കുട്ടിക്ക് ഇവന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ഇവന്മാരെ എല്ലാത്തിനും പൂച്ചകളെല്ലാത്തിനും ഇഷ്ടമാണ് കേട്ടോ. പൂച്ചകളുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഈ ഡ്രൈ ക്ലീനിങ് ഒഴികെ ബാക്കി എല്ലാ ഫുഡ് കൊടുക്കുക ഇവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ പറഞ്ഞാൽ സീക്കുട്ടി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ സീക്കുട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില നേരം മടി പിടിച്ച് പോയി കളഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ പെറുക്കി കയറ്റാനൊക്കെ നടക്കണം. അപ്പം ഞാനാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ നല്ല പണിയാണ്. അതിൻ്റെ കൂടെ ഈ പണി കൂടി എടുക്കണ്ടെന്ന് ഓർത്തിട്ടാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല കേട്ടോ. ഇവിടെ മറ്റേ പിള്ളേരൊക്കെ അവിടെ ഇരുന്നിട്ട് ഓടിച്ചാടി കളിക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ വന്നിട്ട് എൻ്റെ ചെടി തിന്നണം കേട്ടോ. പുല്ലാണെന്നും പറഞ്ഞിട്ട് എൻ്റെ ചെടി തിന്നെ. ഇതൊരു തരം പുല്ലാന്ന് തോന്നണം കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ബുഷിയായിട്ട് വെട്ടി നിർത്താൻ ചെടിയാണ്. എന്താണെന്നറിയില്ല, വാവച്ചനെ ഇഷ്ടം. വാവച്ചന് മാത്രമല്ല പപ്പൂസൊക്കെ തിന്നാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ ബുഷിയാക്കി നിർത്താത്ത നീട്ടി വളർത്തുന്നതും. ഇവിടെ വാവച്ചൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിന്നപ്പോഴത്തേക്കും നമ്മുടെ കിറ്റിപ്പെണ്ണാണെങ്കിൽ വന്നേക്കുണ്ട് പുന്നാരം കാണിക്കാനായിട്ടും. അപ്പം തന്നെ അതേ അടുത്ത ആളും കൂടി വന്നേക്കണം. പപ്പൂസിൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞാണ് കേട്ടോ. അതും ഏറ്റവും ആദ്യം പോയതും അതാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കിറ്റിപ്പെണ്ണി ഞാൻ തടയിക്ക് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വാവച്ചൻ വന്നിട്ടാണെങ്കിൽ ഒരു ഷോ ഇറക്കി കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നിനക്കെന്താടി ഇവിടെ കാര്യം, നീ ഇന്നലെ കയറി വന്നതല്ലേ, ഇത്ര വലിയ ചാടയുടെ ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട് അവിടെ മൈൻഡൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡോറക്കുട്ടിയാണെങ്കിൽ എന്തോ തിരയുന്നുണ്ട്, എന്തിനേന്നറിയില്ല. ഇവിടെ ഒരാളാണ് ഈ രസം പിടിച്ചിരിക്കണ ഇരിപ്പൂക്കി കണ്ട കഴിയുമ്പോഴത്തേക്കുണ്ടോ രണ്ട് പീച്ച് വെച്ചാന്ന് തോന്നുന്നു കേട്ടോ. നല്ല ക്യൂട്ടാണല്ലേ കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. സത്യം പറഞ്ഞാൽ ഡോറേനെ മാത്രം നിർത്താമെന്നാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. ഡോക്ടർ നമ്മുടെ അടുത്ത് അതിനെ മാത്രം ഒന്ന് നിർത്താൻ പറ്റുമെന്നാണ് ചോദിച്ചിരുന്നത്. ഇവളെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഇവളുടെ ഈ ക്യൂട്ട്നെസ്സും കളിച്ചിരിയൊക്കെ കണ്ടിട്ടാണ് ഈ കൊടുക്കാൻ തോന്നുന്നുള്ളൂ കേട്ടോ. അതാണ് കേട്ടോ. പിന്നെ ഫീമെയിൽ ആയത് കാരണം പിന്നെ കുഴപ്പമില്ല, നിന്ന് പൊക്കോളും. കുറച്ച് എക്സ്പെൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ സേക്കുട്ടിയാണെങ്കിൽ ബബ്ലൂട്ടിൻ്റെ KG ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആശാൻ വന്ന പാടെ തന്നെ ആശാൻ്റെ പണിക്ക് ഇറങ്ങിയിട്ട് വേറെന്ത് പണി വായിനോട്ടോട്ടാം പോണ പോക്കിനൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്പ്രേ അടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ബബ്ലൂട്ടിന് അവിടെ റാന്തു ചുറ്റിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് ദാ കാടിനിടയിൽ നിന്ന് ഒരു 2 ഉണ്ടക്കണ്ണുകൾ ബബ്ലൂട്ടിനെ വീക്ഷിച്ചുകൊണ്ട് പതുങ്ങിയിരിക്കുന്നുണ്ട്. ആളാരെന്ന് മനസ്സിലായോ? നമ്മുടെ ബണ്ണിക്കുട്ടനാണ് കേട്ടോ. ബണ്ണിക്കുട്ടനും ബബ്ലൂട്ടനും നേർക്ക് കാണാൻ പാടില്ല. ബണ്ണിക്കുട്ടന് ഭയങ്കര പേടിയാണ് ബബ്ലൂട്ടനെ. പക്ഷേ ഉണ്ടല്ലോ ബബ്ലൂട്ടൻ ഫൈറ്റ് ചെയ്യാൻ വന്നതിന് ബബ്ലൂട്ടൻ നല്ല കുടിക്കുകയും ചെയ്യും. ബണ്ണിക്കുട്ടന് അതായത് ബണ്ണിക്കുട്ടന് മെക്കിട്ടേക്ക് കയറി കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട് ബണ്ണിക്കുട്ടന്. ബബ്ലൂട്ടൻ്റെ അപ്പുറത്തെ ബബ്ലൂട്ടൻ്റെ ഉണ്ടായിരുന്നു. അവൻ റൂബിയുടെ മോനായിരുന്നു കേട്ടോ. അവൻ പോയേട്ടാ, പെട്ടെന്ന് ഒരു അസുഖം വന്ന് പെട്ടെന്ന് ചത്തുപോയതാണ്. എന്താ പറ്റിയാറല്ലോ, റൂബിയുടെ 5 മക്കളിലുണ്ടല്ലോ 3 പേരും ഡെഡായിപ്പോയി, 2 പേരെ മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇൻബ്രീഡിങ് ആണെന്ന് തോന്നുന്നു. പപ്പൂസിൻ്റെ പിള്ളേരൊക്കെ ഇവിടെ പുറത്തിരുന്ന് അരച്ച് ഓടി കിടക്കണ കണ്ടിട്ട് പപ്പൂസ് പിള്ളേരൊക്കെ വിളിച്ച് കയറ്റാൻ വേണ്ടി വന്നതാണ്. പപ്പൂസിൻ്റെ ശബ്ദം കേട്ടോടുകൂടി മണിക്കുട്ടിയുടെ കുഞ്ഞ് ഐസായിട്ട് ഒട്ടാൻ നോക്കിയിട്ടാ. പപ്പൂസ് മാക്സിമം അവോയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം പപ്പൂസിന് അറിയാം അതിന് ഏകദേശം 6-7 മാസം ഏജ് ഉണ്ട്. വാവച്ചിനെക്കാട്ടിയും മൂത്തതാണ്, ഒരു 2 മാസത്തിനെക്കാട്ടിയും മേളിൽ മൂത്തതാണ്. അവൻ പോലും എത്രത്തോളം അകന്ന് നിൽക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ഫീഡ് ചെയ്യുന്ന മദർ ക്യാറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവരായിട്ട് ഒട്ടു കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ പാൽ കുടിക്കാനാണ്. പാല് വെറുതെ കുടിക്കണ കുഴപ്പമില്ല, കുറച്ചൊക്കെ കുടിക്കണ കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാതെ അതുങ്ങളെയൊക്കെ തട്ടി മാറ്റിയിട്ട് മൂപ്പിലാൻ പോയി ഇരുന്ന് കുടിയോടുകൂടിയാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ക്ഷീണിച്ച്
തുടങ്ങി. കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കണ്ണ് വെട്ടിച്ച് ചെയ്യണ പരിപാടിയാണ് ട്ടോ. പിന്നെ മദർ ക്യാറ്റിന് എഡവും വലവും തിരിക്കത്തില്ല കേട്ടോ. ഇവിടെ പപ്പൂസാണ് ഇപ്പം ഇരയായിട്ട് വന്ന് പെട്ടേക്കണത്. പപ്പൂസാണെങ്കിൽ ആദ്യത്തെ കുഞ്ഞുങ്ങളെയൊക്കെ രണ്ടാമത്തെ കുഞ്ഞുങ്ങളായപ്പോഴത്തേക്കും ആട്ടി അകറ്റിയിരുന്നു. ഇപ്പം എന്ന് പറയുമ്പോൾ ഇവൾ ആരെയും അങ്ങനെ ആട്ടി അകറ്റുന്നില്ല. ആ ഒരു ദൗർബല്യമാണ് ഈ ഒരു കുഞ്ഞു മുതലാക്കുന്നത് കേട്ടോ. മൂപ്പിലാത്തയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടിയാൽ മാത്രമേ തിന്നൂ, അല്ലെങ്കിൽ പട്ടിണി എടുക്കോട്ടോ. 1-2 ദിവസമൊക്കെ പട്ടിണി എടുക്കും. കോലം കണ്ടില്ലേ, ഒരാൾ പോലും ഇതിനെ വാങ്ങിക്കുന്നില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മദർ ക്യാറ്റിനെ കൊല്ലാക്കൊല ചെയ്യണ കാരണമാണ് ഇതിനെ കൊടുക്കാമെന്ന് വിചാരിച്ചേക്കണം. പക്ഷെ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല കേട്ടോ. ഇതേപോലെ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ പപ്പൂസിനെ എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, മാക്സിമം ഊറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ കണ്ണ് വെട്ടിച്ച് എത്രയൊക്കെ ഊറ്റാൻ പറ്റും അത്രയൊക്കെ ഊറ്റുന്നുണ്ട് കേട്ടോ. അതിന് മര്യാദക്ക് ഭക്ഷണം കഴിക്കാം. നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ അതിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കഴിക്കില്ല കേട്ടോ. 350 രൂപയുടെ ക്യാറ്റ് ഫുഡെങ്കിലും മിനിമം വേണം. അതായത് പ്യൂർ പെറ്റിന് 160 രൂപയല്ലേ ഉള്ളൂ. ആ ഒരു ക്യാറ്റ് ഫുഡൊന്നും തിന്നില്ല കക്ഷി. കക്ഷിക്കാണെങ്കിൽ നല്ല കൂടിയ ക്യാറ്റ് ഫുഡ് വേണം, ഇറച്ചി മീൻ വേണം, ചോറൊന്നും തിന്നാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര വാശിയാണ് കേട്ടോ. ഇതിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് പട്ടിണി കിടന്നിട്ട് ഇപ്പോൾ പപ്പൂസിനെ മാക്സിമം ഇട്ട് ഊറ്റിയെടുക്കുകയാണ്. അപ്പം ഞാനാണ് ഈ പപ്പൂസിനെ മാക്സിമം അതിൻ്റെ അടുത്തേക്ക് വിടാതെ ഇങ്ങനെ കാത്ത് കാത്ത് കൊണ്ടുനടക്കേണ്ട. എൻ്റെ കണ്ണ് വെട്ടിച്ച് ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഞാൻ പപ്പൂസിനെ വേഗം തന്നെ എടുത്ത് കയ്യിൽ പിടിച്ചതാണ്. കക്ഷിയാണെങ്കിൽ നിരാശ കാമുകീനെ പോലെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഉദ്ദേശിച്ച കാര്യം സാധിച്ചില്ല. പപ്പൂസിൻ്റെ പിള്ളേർ മുറ്റത്ത് കിടന്ന് ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. പപ്പൂസിൻ്റെ കോലം നോക്കി ഒന്നാമത് 4 മക്കൾക്ക് ഫീഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇത് പട്ടിണി ഇത് വലിയ ക്യാറ്റാണല്ലോ, അത് സൈസ് ഇല്ലാന്നുള്ളൂ. പക്ഷേ ആൾ ഏജ് ഉണ്ടല്ലോ, അപ്പം നന്നായിട്ട് തന്നെ പാൽ കുടിക്കും കേട്ടോ. അപ്പം അത് കാരണം തന്നെ പപ്പൂസ് പെട്ടെന്നാണ് അങ്ങോട്ട് ക്ഷീണിച്ച് പോകണം കേട്ടോ. എല്ല് പോലെ ആയി പോകണം കേട്ടോ. നമ്മുടെ മിയക്കുട്ടീനെ എല്ല് പോലെ ആക്കിയ പോലെ തന്നെ പപ്പൂസിനെ എല്ല് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ എന്ന് തോന്നുന്നത്. ഇനി അടുത്ത തവണ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയെങ്കിലും കക്ഷീനെ അവിടെ കൊണ്ടേ ആക്കണം. അവിടെ ആകുമ്പോഴത്തേക്ക് ഫിഷൊക്കെ ധാരാളമായിട്ട് കിട്ടിക്കോളും. പിന്നെ കക്ഷിയുടെ കയ്യിലിപ്പം അനുസരിച്ച് പണ്ടേ വേറെ വല്ലവരാണെങ്കിലും കൊണ്ട് വഴി കൊണ്ടേ കളഞ്ഞേനെ കേട്ടോ. അത്രക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ക്യാറ്റാണ്. പിന്നെ നമുക്ക് ആ പരിപാടി ഇല്ലാത്തരം ചെയ്യാത്തതാണ്. അപ്പോൾ പപ്പൂസിനെ സ്നേഹം കൊണ്ട് പൊതിനടുത്ത് കൂടിയതാണ്. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട പാടെ തന്നെ മാതൃസ്നേഹം എല്ലാം വിട്ടിട്ടാണ് ഈ കണ്ട വഴി ഇറങ്ങി ഇതേ സ്വയം സേഫായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മടൽ വീണാണ്, ഓലമടൽ വീണ ശബ്ദത്തിൽ കക്ഷി വേഗം തന്നെ ഓടി ഒളിച്ചിട്ടുണ്ട്. പപ്പൂസിന് പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതേ ഇവിടെ പതുങ്ങി കിടക്കുന്നുണ്ട്, പേടിച്ചു പോയി കേട്ടോ. ഇവിടെ ഞാൻ റോഡിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ബബ്ലൂട്ടൻ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അയൽക്കാരിനെ കണ്ടു പരിചയപ്പെട്ടു, അവളങ്ങോട്ട് ബോധിച്ചെന്ന് തോന്നുന്നുണ്ടോ. ഇതാണ് കേട്ടോ ആള്. പേര് കിങ്ങണി എന്നാണ്, ഞങ്ങളുടെ അയൽവാസിയാണ്. അപ്പോൾ കക്ഷീനെ അവിടെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബബ്ലൂട്ടൻ്റെ മനസ്സിൽ ലഡുക്കൾ അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ കക്ഷിയാണെങ്കിൽ ഇവളെ വളച്ചിട്ടേ ഇനി ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ എന്നോ മട്ടിയിലാന്ന് തോന്നുന്നു അവിടെ തന്നെ കിടപ്പ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ റിലാക്സ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോഴാണ് അവന് വിളക്കാൻ വേണ്ടി വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ വേഗം തന്നെ അവളുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതോടുകൂടി പപ്പൂസാണെങ്കിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ഇതേ വരുന്നുണ്ട്. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ വീട്ടിലേക്ക് വാ, ഇവിടെ ഒന്ന് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ വന്നേക്കേട്ടാ. ബബുലൂട്ടനാണെങ്കിൽ ചത്താലും ശരി ഞാൻ വരില്ല എന്നും പറഞ്ഞ് അവിടെ തന്നെ കിടക്കട്ടെ. സേക്കുട്ടി അവിടെ കെട്ടിട്ടേക്കാണ്. ബബുലൂട്ടൻ പോകുന്നതോട് കൂടിയിട്ട് നമ്മുടെ ദേ പീക്രാച്ചികളും ഡോക്ടർ തന്ന മക്കളുണ്ടല്ലോ അവരും കൂടെ പോന്നേക്കായിരുന്നു. ഇവന്മാർ ഇതേപോലെ കഴിച്ചു വിട്ടാൽ ആരെങ്കിലും പെറുക്കിക്കൊണ്ടു പോകുമെന്നും പറഞ്ഞ് ഞാൻ വേഗം തന്നെ പെറുക്കാൻ വേണ്ടി വന്നതാണ്. ബബുലൂട്ടനെ വിളിച്ചിട്ടാണ് അവൻ വരണില്ല. ചത്താലും ശരി ഞാൻ ഇവിടുന്ന് വരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോക്കോ, ഞാൻ എൻ്റെ ഹൃദയം ഇവിടെ ഉള്ള കിങ്ങിണിക്ക് കൊടുത്തു പോയി എന്നും പറഞ്ഞ് അവിടെ തന്നെ കിടക്കേണ്ട. ഇവിടെ പപ്പൂസ് ചെറുതായിട്ടൊരു ജലസി വന്നില്ലേ എന്നൊരു ഡൗട്ട് ഇല്ല കേട്ടോ. കാരണം മറ്റേ മക്കൾ എൻ്റെ കാൽച്ചോട്ടിൽ നിൽക്കുകയാണ്. പപ്പൂസിനെ അത് കണ്ടിട്ടാണെങ്കിൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുള്ള കേട്ടോ. മുഖമൊക്കെ ആകെ മാറിയിരിക്കുകയാണ്. അധികം നേരം ഞാൻ പപ്പൂസിനെ വിഷമിപ്പിച്ചില്ല. വീട്ടിലേക്ക് പോകുന്നു. എൻ്റെ പുറകെ പപ്പൂസും മറ്റു പിള്ളേരെല്ലാം വന്നു. ബബുലൂട്ടനായിട്ട് ചേക്കുട്ടി പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ ഒരാൾ മിസ്സിംഗ് ആണ്, മറ്റാരുമല്ല നമ്മൾ റൂബിക്കുട്ടി. കക്ഷി ഇവിടെ നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. അപ്പോൾ കക്ഷീനെ കൂടി ഒന്ന് കാണിക്കാൻ കരുതി. റൂബിക്കുട്ടീനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചതൊക്കെയാണ്. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ഒരു സങ്കടം വന്നു. ഇവള് പോവുമല്ലോ, പപ്പൂസിൻ്റെ ആദ്യത്തെ മക്കളാണല്ലോ. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്തൊക്കെ വന്നാലും ഇവളായിട്ടുണ്ട്, ബണ്ണിയായിട്ട് ഇവളായിട്ടുണ്ട്. ഇവള് പിന്നെ കൊടുക്കാൻ തീരുമാനിച്ച മറ്റൊന്നുമല്ല, ഇവളുടെ 3 കുട്ടികൾ പെട്ടെന്ന് ഡെഡായി പോകണം. അസുഖമായിട്ടല്ല, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് തളർന്നു പോയി പെട്ടെന്ന് തന്നെ ഡെഡായി പോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഡാമേജ് വന്നിട്ട് പോണതാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇനിയും ഇൻബ്രീഡിങ് സംഭവിച്ച് ഇതേപോലെ കുഞ്ഞുങ്ങൾ ചത്തു പോകുമെന്ന് ഓർത്ത് പേടിച്ചിട്ട് ഞാൻ ഇവളെ കൊടുക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയതാണ്. ആളാദ്യം കുഴപ്പമുണ്ടല്ലോ, പിന്നെ പറയണത് ഇവളങ്ങനെ മറ്റു പൂച്ചകൾ ഉപദ്രവിക്കും, ഇങ്ങനെ ഉപദ്രവിക്കും, അവരുടെ വീട്ടിൽ വേറെ പൂച്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ പേടിയായി. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും റൂബിക്കുട്ടി, തുമ്പിക്കുട്ടി, ബണ്ണിക്കുട്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ
വീട്ടിൽ ആരൊക്കെയോ ആണ്. കാരണം ഇവിടെ ആദ്യമായിട്ട് ഉണ്ടായ കുഞ്ഞുമക്കളാണല്ലോ. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് പിന്നെ മനസ്സ് വന്നില്ല കേട്ടോ. ഇനി ചിലപ്പോഴെങ്കിലും കൊടുക്കുമായിരിക്കും. പിന്നെ ഇവൾ അടിക്കടിക്ക് ഹീറ്റ് ആവണില്ല. അതും ഒരു ഭാഗ്യമാണ്. ഇവിടെ ബണ്ണിക്കുട്ടനാണെങ്കിൽ വന്ന് സിറ്റൗട്ടിൽ വന്ന് കിടപ്പ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബബിലൂട്ടിനെ കൊണ്ടുപോയി കേജിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വസ്ഥമായിട്ട് കിടക്കായിരുന്നു. സിയക്കുട്ടി വന്ന് ഇക്കിളിയിട്ട് അവനെ എന്താ പറയണത് കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ യാമിക്കുട്ടിയും പപ്പൂസിനും 3 കുട്ടികളും പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.